ദുബായ് യാത്രയുടെ 3-ാം ദിവസം ആരംഭിച്ചിരിക്കുകയാണ്. പ്രഭാതത്തിൽ നല്ല മൂടൽമഞ്ഞുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള ഫോണായിട്ട് പോലും അതിനകത്ത് മെസ്സേജ് വന്നു, വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ദുബായ് ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ മുൻപിലാണ്. ഈ മുമ്പിൽ കാണുന്ന കണ്ണുപോലെ ഇരിക്കുന്ന കെട്ടിടം ആണ് മ്യൂസിയം. അത് തുറന്ന് അതിനകത്ത് കാഴ്ചകളൊക്കെ ഉണ്ട്, കാണാം. സൗഖ് മദീനത്ത് ജുമൈറ ദുബായിയുടെ പഴയകാല പ്രതാപം വെളിവാക്കുന്ന ഒരു ഷോപ്പിംഗ് മോളാണ് ഞങ്ങളുടെ ഇന്നത്തെ 2ാമത്തെ സ്റ്റോപ്പ്. ദുബായിലെ അല്ലെങ്കിൽ UAE-യിലെ ജന്മിമാരൊക്കെ ഉപയോഗിക്കുന്ന വില കൂടിയ കപ്പും സോസറുകളുമൊക്കെയാണ് ഇവിടെ വിൽക്കാൻ വച്ചിരിക്കുന്നത്. ഈ കാണുന്ന ഒരു കസേരയ്ക്ക് 42,000 ദിറംസ് ആണ് വില എന്നാണ് പറഞ്ഞത്. അന്നേരം 2 പേർക്ക് ഇരിക്കാൻ വാങ്ങിക്കുമ്പം ഏകദേശം 1,00,000 ദിറംസ് ആകും. സ്വർണം കൊണ്ടുള്ള കപ്പ് സോസർ സെറ്റുകൾ, മറ്റ് പാത്രങ്ങൾ ഒക്കെ കാണാം. ഈ മോളിനകത്തെ UAE-യുടെ പൗരാണികത വിളിച്ചറിയിക്കുന്ന ഷോപ്പിംഗ് മോളാണിത്. ഇതിൻ്റെ തട്ടെല്ലാം കടകളുമെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് പണ്ടുകാലത്തെ ഒരു മാർക്കറ്റിൻ്റെ രീതിയിൽ മുള കൊണ്ടും കയറ് കൊണ്ടും ചാക്ക് കൊണ്ടുമുള്ള കടകളിലാണ്. ഇവിടെ പലതരത്തിലുള്ള അത്തറുകളൊക്കെ വിൽക്കുന്നുണ്ട്. ദുബായ് വാട്ടർ കനാൽ കടലിനോട് ചേരുന്ന ഭാഗത്തെ മനോഹര ദൃശ്യങ്ങൾ ആസ്വദിക്കാം.
മുന്നിൽ കാണുന്നതാണ് ദുബായ് ഫോട്ടോ ഫ്രെയിം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ. ഇതിൻ്റെ വലത്തുവശത്തുള്ളത് ന്യൂ ദുബായ്, ഇടതുവശത്തുള്ളത് ഓൾഡ് ദുബായ്. കരാമ എന്ന് പറയുന്ന പഴയ ഒരു ഹൗസിംഗ് സ്ഥലമാണ് ഈ കാണുന്നത്. കാണാൻ പറ്റുമോയെന്ന് അറിഞ്ഞുകൂടാ. ആ മേളിലത്തെ നടപ്പാത ഗ്ലാസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അന്നേരം അതിൻ്റെ മേളിൽ പോയി അതിൽ കൂടെ നടന്ന് താഴെയുള്ള കാഴ്ചകളൊക്കെ കാണാം. സഫാരിയിലെ ആദ്യത്തെ ഇനമായ ബഗി റൈഡിങ്, നമ്മൾ തന്നെ ഓടിക്കുന്ന 4 പേർക്ക് കയറാവുന്ന 1000 cc വണ്ടി. ഈ വണ്ടിയിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഡെസേർട്ട് സഫാരിയുടെ 1ാം പാദം പൂർത്തിയായിരിക്കുകയാണ്. മണലാരണ്യത്തിൻ്റെ നടുക്ക് പല പല ടൂർ ഗ്രൂപ്പുകളിൽ നിന്നും വന്ന ആൾക്കാർ അവരുടെ വാഹനങ്ങളൊക്കെ നിർത്തി പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നു. മടക്കയാത്രയിൽ ഡ്രൈവർ മാറിയിരിക്കുകയാണ്. സൈറ സൂസൻ കോശി. അടുത്തത് ഡ്യൂൺ ബാഷിംഗ് എന്ന് പറയുന്ന ഒരു യാത്രയാണ്. ഇത് നമ്മൾ അവരുടെ കാറിൽ കയറിയിരിക്കുകയാണ്. നമ്മുടെ കൂട്ടത്തിൽ വേറെ 2 പേരൂടെ ഉണ്ട്. 6 പേര് ഉൾക്കൊള്ളുന്ന ഈ വാഹനം അവരുടെ തന്നെ പ്രൊഫഷണൽ ഡ്രൈവർ ഓടിച്ച് കൊണ്ടുപോകും. എന്തൊക്കെയായിരിക്കും എന്നുള്ളത് അടുത്ത വീഡിയോകളിൽ. ഡെസേർട്ട് സഫാരിയുടെ പ്രധാന ഭാഗമായ രാത്രി ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നമ്മളോട് നിർദ്ദേശിച്ചിരിക്കുന്നത് ആദ്യമേ തന്നെ പോയി നമുക്ക് ഇരിക്കാനുള്ള സ്ഥലം റിസർവ് ചെയ്യുക. അതിനുശേഷം വന്ന് ഒട്ടകത്തിൻ്റെ പുറത്തും കുതിരയുടെ പുറത്തും ഒക്കെയുള്ള യാത്രകൾ ചെയ്യാം. ഇനിയും മിക്കവാറും വീഡിയോസൊന്നും ഇടാൻ പറ്റത്തില്ലായിരിക്കും. എല്ലാം നേരിട്ട് വന്ന് കണ്ട് ആസ്വദിക്കുന്നതാണ് അതിൻ്റെ നല്ലത്. നോക്കട്ടെ, പറ്റുന്നത് പോലെ ഇടാം. അവിടെ പോയി നിന്നോ, ഫോട്ടോ എടുത്തോ, കുഴപ്പമില്ല.
അമ്മയ്ക്ക് പേടിയാ. അപ്പയ്ക്ക് കയറാൻ പറ്റുന്നില്ല. അങ്ങോട്ട് പോകാൻ പറഞ്ഞേ. കുഴപ്പമില്ല. ഒട്ടകപ്പുറത്ത് ഒരു ഹ്രസ്വ യാത്ര. ഇരുട്ടായി പോയതുകൊണ്ട് ഒരു ചെറിയ റൗണ്ടാണ് അടിക്കുന്നത്. പകൽ കയറിയവർക്കൊക്കെ നല്ല ദൂരത്തിലുള്ള യാത്ര സാധിച്ചു. രാത്രി ഭക്ഷണവും ഉൾപ്പെടെ സ്റ്റേജിലെ കലാപരിപാടികളാണ് ഇവിടെ ഉള്ളത്. 1370 പേര് ഇന്നിവിടെ കടന്നു വന്നിട്ടുണ്ട് എന്നാണ് സ്റ്റാഫ് നമ്മളോട് പറഞ്ഞത്. എല്ലാവരും രാത്രി ഭക്ഷണം കഴിച്ചു തുടങ്ങി. ബുഫയാണ്. ഈ മുകളിൽ കാണുന്നിടത്ത് VIP സീറ്റിംഗ് ആണ്. ആളെന്നിക്കിന് 50 രൂപ വെച്ച് എക്സ്ട്രാ കൊടുത്താൽ VIP സീറ്റിങ്ങിൽ ഇരിക്കാം. VIP സീറ്റിങ്ങിൽ ഫുഡ് നമ്മൾ ഇരിക്കുന്നിടത്ത് കൊണ്ടുതരും. അല്ലാത്തവർ പോയി എടുക്കണം. നമുക്ക് VIP സീറ്റിംഗ് ഇല്ലെങ്കിലും ഏറ്റവും പ്രൈം സീറ്റിംഗ് തന്നെ കിട്ടിയിരിക്കുന്നു.